ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. സായി ബ്രോ ആണ്. കുറച്ച് ദിവസമായിട്ട് പനി പിടിച്ച് കിടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഞാൻ ഈ നേപ്പാളിൽ വരാൻ തന്നെ ഒരു കാരണം എൻ്റെ ഒരു സുഹൃത്തിനെക്കുറിച്ച് ഞാൻ മുന്നേ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. ഞങ്ങൾ തമ്മിൽ 10 വർഷത്തെ പഴക്കം ഉള്ള പരിചയമാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള നജങ് ഷെർപ്പ. അദ്ദേഹം ഇന്ന് ഞാനിവിടെ എത്തിയിട്ട് കുറച്ച് ദിവസമായി. ഇന്നാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. എന്നെയും കാത്ത് അദ്ദേഹം ഈ റെസ്റ്റോറൻറ്റിലിരിക്കുന്നുണ്ട്. ഇത് ബുദ്ധസ്തൂപ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ ദൂരെയായിട്ടാണിത്. അപ്പോൾ ഇന്നാണ് ആ ഒരു സുദിനം ഞങ്ങൾ തമ്മിൽ കാഠ്മണ്ഡുവിൽ വന്നിട്ട് കാണാനുള്ള ഒരവസരം ഉണ്ടായത്. ആ ഒരു കാഴ്ചകളിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഇന്ന്. Hello, namaste. Hi, Krishna. How are you? I am Krishna. fine. Yeah. And you? So, yeah, I'm good. Yeah, I'm very happy to see you in Nepal. It was very unexpected that you are here. So anyway, finally you are here. So now we are in the Flavor Cafe in Bauda. It's a beautiful restaurant. Okay. Very nice and very clean, and it's very beautiful environment here. Okay. And the Bodhana Stupa is very close from here. Okay. So we can having a coffee. Cheers. Thank you bro. Cheers. നജങ്ങിൻ്റെ സാന്നിധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് മാറ്റമാണ്. പനി പിടിച്ച് കിടക്കുന്നതിനിടയ്ക്കാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. My dear friend, can you namaste, can you sing? Namaste, vanakkam. Namaskaram is in Malayalam. Okay. Vanakkam is in Tamil. Okay. Okay. Namaskaram. It's more easy. Yeah. Yes, namaskaram is more easy in Yes. Vanakkam. It's like Nepal. Yes. Can you sing a song to my viewers in my channel? You mean the Nepali song? Yes. Okay. I have to remember because I'm not a singer. Even I know. So you, I can try some Nepali songs. That's One good. Nepali song. Yes. Maybe. So there is a very famous singer in Nepal, a pop singer. Okay. His name is Chewang Lama. What is? Chewang Lama. Sevang Lama. No, Chewang Lama. Sevang Lama. Right. Yes. And I love his song. Okay. So I will sing some lines of his song, okay? Okay. Yeah. Definitely. तिमी पारी मछुवारी, तिमी पारी मछुवारी, भेट्ने मन्तर कसो गरुनी, झरी पर्यो बाढी आयो खोला अब तारू कसरी, उडी जाऊँ भने हेरा महा कुनै पन्छी होइन, हिँडी जाऊँ भने मलाई साथ दिने कोही छैन, के गल्ती भयो मेरो जातै सानो बो भन्छन् तेरो, कसले बनायो जाता, Yeah. That is superb. That is good. I don't know. Okay. ഞാൻ പറഞ്ഞല്ലോ, നജങ്ങും ഞാനും തമ്മിൽ 10 വർഷത്തെ പരിചയമാണ്. ഞാൻ പുട്ടപ്പർത്തിയിൽ പോകുന്ന സമയത്താണ് ഇദ്ദേഹം അവിടെ ഇതേപോലെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ബുദ്ധൻ്റെ വിഗ്രഹങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്. 2 കടകൾ അദ്ദേഹത്തിന് പുട്ടപ്പർത്തിയിലുണ്ട്. ഇവിടെയും ഈ ഒരു സ്തൂപ നിൽക്കുന്ന സ്ഥലത്തും ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു കടയുണ്ട്. അപ്പോൾ ആ പുട്ടപ്പർത്തിയിൽ വെച്ചിട്ടുള്ള ഒരു പരിചയം ഇത്രത്തോളം വർഷം അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായ രീതിയിൽ ഞങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. എനിക്കൊരു മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ബുദ്ധൻ്റെ വിഗ്രഹം വെങ്കലത്തിൻ്റെ ഇദ്ദേഹം പ്രസൻ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അന്ന് ഒരു 7-8 വർഷങ്ങൾക്ക് മുന്നേ.
ആ ഒരു വിഗ്രഹം ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. ഞാനതൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൗഹൃദം ശരിക്കും പറഞ്ഞാൽ കാഠ്മണ്ഡുവിൽ അസുഖം പിടിച്ച് കിടക്കുമ്പോഴും എന്നെ എപ്പോഴും വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരാൾ മരിച്ചതിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ ഉള്ളത് കാരണം കൊണ്ടാണ് അദ്ദേഹം പുറത്തിറങ്ങാണ്ടിരുന്നത്. ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന അവരുടെ ആ ഒരു എന്താ പറയുക സംസ്കാരത്തിൽ ഊന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം പിന്നീട് എന്നെ കാണാമെന്നേൽക്കും. എനിക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ റൂമെല്ലാം സെറ്റാക്കി തരികയും ചെയ്തു. ഇന്നാണ് ആ ഒരു ശരിക്കും പറഞ്ഞ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് മാറി. പനി കുറഞ്ഞു വരുന്നുണ്ട്. അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് പറ്റും കാഠ്മണ്ഡുവിലെ. അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം. സൗഹൃദം എന്നത് രാജ്യത്തിനപ്പുറത്തും ഇപ്പുറത്തും ഒന്നുമല്ല, നമ്മുടെ മനസ്സാണ്. എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ് നജാങ്ങിന്. ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന അദ്ദേഹം എന്താ പറയുക ആ ഒരു സത്യസായി ബാബയുടെ ഒരു ഭക്തൻ കൂടിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് പുട്ടപ്പർത്തിയിൽ വെച്ചിട്ട്. കേരളം സന്ദർശിക്കണമെന്ന് എപ്പോഴും എന്നോട് പറയുന്ന വ്യക്തി കൂടിയാണ്. എന്തായാലും അദ്ദേഹത്തെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മെസ്സേജ് അയയ്ക്കുക, നമ്മുടെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുക. തീർച്ചയായിട്ടും നല്ലൊരു സുഹൃത്ത് എപ്പോഴും ജീവിതത്തിൽ അനിവാര്യമാണ്, നമുക്ക് എവിടെയാണെങ്കിലും. So you are most welcome to Nepal, and it was I'm very happy to see you.